Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Can you sit the നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. ബാക്കി എടുക്കാം അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാലോ. നെക്സ്റ്റ് നമ്മ അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി മുതലല്ലേ എടുക്കേണ്ടത്? മിസ് അവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സെക്കൻഡ് പോയിന്റ് മുതൽ അല്ലെ? അപ്പൊ നോക്കിയേ, അസൈൻ ടീം റെസ്പോൺസ് നമ്മ ഏതാണ് പഠിക്കുന്നത്? ഒരു നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സഹായിക്കുന്ന ടിപ്സുകളാണ് അല്ലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇത് പറയുന്നത് കളക്ട് ഡാറ്റ ഫ്രം ദി സപ്ലൈ ചെയിൻ അല്ലെ? ആ ഒരു സപ്ലൈ ചെയിനിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി അല്ലെ? നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? സ്റ്റോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റോഴ്സ് ക്ലീനിങ്ങിന് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റില് ഉൾപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ആരായിരിക്കോട്ടെ അവർക്കെല്ലാം എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലെ? ആണോ? അപ്പൊ അതാണ് പറയുന്നത് എന്താണ് അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നോക്കി, everyone whose work involves hospital supplies must have a strong understanding of his or her role in healthcare inventory management അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻവെന്ററി മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന ആരായിക്കോട്ടെ, അവളായിരിക്കോട്ടെ അവനായിരിക്കോട്ടെ അല്ലെ? അവർക്ക് എന്താണ് അവരുടെ റോളിനെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിൽ അവരുടെ ഡ്യൂട്ടീസ് എന്താണ് അല്ലെ? എന്താണ് നമ്മുടെ സാധനങ്ങള് പർച്ചേസ് ചെയ്യലാണോ അവരുടെ ഡ്യൂട്ടി? അല്ലെങ്കിൽ എന്താണ് ആ കൊണ്ടുവന്ന സാധനങ്ങള് ശരിയായ രീതിയിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നതാണോ? അങ്ങനെയുള്ള അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. വെദർ ദേ ആർ ക്ലീനിങ് ദ റൂംസ്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, വെദർ ദേ ആർ ക്ലീനിങ് ദ റൂംസ്. അവരാ ഒരു സ്റ്റോഴ്സ് നമ്മ എന്താണ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ സ്റ്റോർ എന്ത് ചെയ്യുന്നുണ്ട്? പീരിയോഡിക് ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ക്ലീനിങ് പ്രോസസ് ചെയ്യാറുണ്ട് അല്ലെ? അടക്കലോ ഒതുക്കലോ ക്ലീൻ ചെയ്യലോ അല്ലെ? ആണോ? അപ്പൊ ആ ഒരു ക്ലീനിങ് പ്രോസസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ. അപ്പൊ എന്താണ് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സ്റ്റോഴ്സിലൊക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോൾ അത് നിലത്തൊക്കെ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ? അവർ പെട്ടെന്ന് വന്നെടുക്കുന്ന സമയത്ത് താഴെ വീഴാം, അല്ലെങ്കിൽ ആ ഓർഡർ തെറ്റിക്കിടക്കാം അല്ലെ? ആണോ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? വെറുതെ ജസ്റ്റ് അടിച്ചിട്ട് പോവാണോ ചെയ്യുന്നത്? കുട്ടികളുള്ള വീട്ടില് പ്രത്യേകിച്ച് വെറുതെ അടിച്ചിട്ട് പോകാണോ ചെയ്യുന്നത്? ഇല്ല, നമ്മ അത് ഒതുക്കി പെരക്കി വെക്കും അല്ലെ? ആണോ? ഒതുക്കി പെരക്കി വെക്കാറില്ലേ? സാധനങ്ങൾ നിലത്ത് കിടക്കുന്ന സാധനങ്ങൾ എടുത്ത് മേലേക്ക് വെക്കും അല്ലെ? അപ്പൊ ഈ ക്ലീനിങ്ങിന് വരുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ഓർഡർ തെറ്റി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ ഐറ്റംസ് എന്തെങ്കിലും താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് പ്ലേസിൽ തന്നെ വെക്കണ്ടേ?
അപ്പൊ അങ്ങനെയുള്ള ക്ലീനിങ് റൂംസ് അല്ലെ, നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സ്റ്റോഴ്സ് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകള്, ഓർഡറിംഗ് ദ സപ്ലൈസ് അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഓർഡർ ചെയ്യുന്ന ആളുകള്, ഓർ ചെക്കിംഗ് ദ പർച്ചേസ് ഓർഡർ ഫോർ അക്യുറേറ്റ്ലി, എന്താണ് നമ്മുടെ ആ ഒരു പർച്ചേസ് ഓർഡർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് their role is and HALT provides to successful inventory management അല്ലെ. അപ്പൊ ഇങ്ങനെ ഏത് ഡ്യൂട്ടി ആയിക്കോട്ടെ, നമ്മുടെ താഴെ മുതൽ മോളെ തട്ടില് വരെയുള്ള അല്ലെ ഇൻവെന്ററി മാനേജ്മെന്റില് ഏത് പൊസിഷൻ അലങ്കരിക്കുന്ന ഏത് പൊസിഷനിലുള്ള ആളുകളായിക്കോട്ടെ, അവർക്ക് എന്ത് വേണം, അവരുടെ റോൾ എന്താണ് അല്ലെ, അവരുടെ ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ നെക്സ്റ്റ് ഇതില്ലേ ഹോൾട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, ഹോൾട്ട് പ്രൊവൈഡ്സ് എന്നും പറഞ്ഞിട്ട് ടു, ഹോൾട്ട് പ്രൊവൈഡ്സ് ടു, അത് വെട്ടിക്കളഞ്ഞ് അവിടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ആൻഡ് ഹൗ ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു, how it contributed to, correct ചെയ്തോ, how it ഓക്കെ. അപ്പൊ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, നമ്മുടെ അതിൽ നോക്കിയ നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവരുടെ റോൾസിനെ കുറിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആ ഒരു വിജയകരമായിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റിന് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കൊരു ഐഡിയാസ് വേണം അല്ലെ എന്ന് അവർ മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് അല്ലേ. ഇപ്പൊ ക്ലീനിങ് ചെയ്യുന്ന സ്റ്റാഫുകള് ഒരു നല്ല ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടി അവരെന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം അവരുടെ ക്ലീനിങ് പ്രോസസ്സുകൾ നടത്തേണ്ടത്, അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫുകൾ ഏത് രീതിയിലുള്ള സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ ചെക്കിംഗ് ചെയ്യുന്ന ആളുകൾ ഏത് രീതിയിലാവണം അവർക്ക് റിസീവ് ചെയ്യുന്ന സാധനങ്ങൾ അവർ ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ മതിയോ, അവരുടെ ജോലി തീർക്കുന്നതിന് വേണ്ടി അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ മതിയോ, പോരാ അല്ലെ. അപ്പൊ എന്താണ്, ഓരോ ഡ്യൂട്ടീസും ആ ഒരു ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിജയകരമായിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റിന് തന്റെ ഭാഗത്ത് നിന്ന് തനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നൊക്കെ ഫ്രീക്വന്റ്ലി അനലൈസ് യൂസേജ് വേഴ്സ് ഓർഡർ ഫ്രീക്വൻസി. എന്താണ്, നമുക്ക് നമ്മുടെ യൂസേജുമായി ബന്ധപ്പെട്ട് നമ്മ ആ ഒരു ഐറ്റംസ് ഓർഡർ ചെയ്യുന്ന ആ ഒരു റേഷ്യോ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അനലൈസ് ചെയ്യണം അല്ലെ. നമ്മളിപ്പോ ഓർഡർ ചെയ്യുന്നത് 300 എണ്ണമാണ്, നമ്മ അത് അത്രയും തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണ്ടേ. സ്റ്റോക്ക് ഉണ്ടോ അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ എന്ത് വരാം, ഒരുപാട് നമ്മുടെ കയ്യിൽ ബാലൻസ് വരാം അല്ലെ. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്, വീണ്ടും നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് വേസ്റ്റ് ആയി പോകും അല്ലെ, എക്സ്പയറി ആയി പോകും, വേസ്റ്റ് ആയി പോകും, ഡാമേജ് വന്നു പോകും അല്ലെ. അപ്പൊ എന്താണ്, അവര് ഒരു ഐറ്റംസ് യൂസേജ് ചെയ്യുന്നതും അവര് ഓർഡർ ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു റേഷ്യോ അവരെന്ത് ചെയ്യണം, ഫ്രീക്വന്റ്ലി ആയിട്ട് അവര് വിശകലനം അനലൈസ് ചെയ്യണം. നോക്കാതില്ല, ദിസ് റേഷ്യോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്പർ to understand when it comes to efficient hospital inventory management. എന്താണ്, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഒന്നാണ് ഈ ഒരു റേഷ്യോ നമ്മുടെ യൂസേജ് ചെയ്യുന്നതും അത് നമ്മൾ ഓർഡർ ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. യു ഷുഡ് ബി ഷുവർ ദാറ്റ് യു നോ ഹൗ മച്ച് ഓഫ് എ സർട്ടൻ ഐറ്റം you are ordering per week, month or quarter compared to how much of that item you are using in the same time frame. അല്ലെ എന്താണ് നമ്മത് യു ഷുഡ് ബി ഷുവർ ദാറ്റ് യു നോ, നമ്മൾ നിർബന്ധമായിട്ടും അത് അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മൾ അറിയേണ്ടത്? ആ ഒരു ഐറ്റം, ഒരു സർട്ടൻ ഐറ്റംസ് നമ്മ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ, ഒരു മാസം അതല്ലെങ്കിൽ എന്താണ് ഒരു ക്വാർട്ടർ അല്ലെ, നമ്മ അത് എത്രയാണ് അത് യൂസേജ് ചെയ്യുന്നത്. കൂടാതെ ആ ഒരു ടൈം ഫ്രെയിമിൽ, ആ ഒരു വീക്ക്, ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, ഒരു മാസമാണെങ്കിൽ ഒരു മാസം, ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മ അത് എത്രമാത്രം ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലെ എന്നും നമ്മ എന്തറിഞ്ഞിരിക്കണം, നമ്മ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ഇപ്പൊ പറയണത് നമ്മ കമ്പയർ ചെയ്യുന്നത് ചിലപ്പോ ഒരാഴ്ച വെച്ചിട്ടായിരിക്കും ഒരു ഐറ്റം, അതല്ലെങ്കിൽ ചിലപ്പോ ഒരു മന്ത് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ വെച്ചിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുണ്ട്, അത് എത്രമാത്രം നമ്മൾ ഓർഡർ കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു റേഷ്യോ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ നമ്പർ, അപ്പൊ നമ്മ ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ഓർഡർ ചെയ്യുന്ന ആ ഒരു നമ്പർ മാച്ച് ചെയ്യുന്നില്ല അല്ലെ, ഇഫ് ദ നമ്പർ ഡോണ്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ യു കുഡ് ഹാവ് എ സിറ്റുവേഷൻ in which you have too little or too much product അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആ ഒരു സാഹചര്യത്തിൽ ഒന്നില്ലെങ്കിൽ നമ്മ ആ ഒരു പ്രോഡക്റ്റ് എന്താണ് കൂടുതൽ ഓർഡർ ചെയ്യുന്നുണ്ടാവാം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് കുറച്ചായിരിക്കും ഓർഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ടു മച്ച് പ്രോഡക്റ്റ് ഓർഡർ എന്നുണ്ട് കേട്ടോ, അവിടെ ടു മച്ച് പ്രോഡക്റ്റ് ഓർഡർ എന്നുണ്ട്, അതവിടെ മിസ് ആയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് എഴുതി ചേർത്തേ. ഓർഡേർഡ്. ഓക്കെ ആണോ? ആ ഒരു നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മ ഓർഡർ ചെയ്യുന്ന ആ ഒരു റേഷ്യോ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നില്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് ഓർഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിൽ കുറവാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? അപ്പൊ നമ്മ എന്ത് ചെയ്യും? അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മ എന്ത് ചെയ്യും? നമ്മുടെ ആ ഓർഡർ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെ ഒന്ന് മാറ്റി പിടിക്കില്ലേ? ആണോ? ഓർഡർ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ മാറ്റി പിടിക്കോ? അപ്പൊ എന്താണ് മേക്കിംഗ്, നമ്മ അതില് റെഗുലർ അഡ്ജസ്റ്റ്മെന്റ് വരുത് അല്ലെ, മേക്കിംഗ് റെഗുലർ അഡ്ജസ്റ്റ്മെന്റ് to your ordering pattern based on the result of this analysis is best practice അല്ലെ. അപ്പൊ ഈ ഒരു അനലൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മ എന്ത് ചെയ്യും? ആ ഒരു ഓർഡറിംഗ് പാറ്റേണിൽ നമ്മ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നു, വ്യത്യാസങ്ങൾ വരുത്തുന്നു. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസ് the supply room more efficiently അല്ലെ. എന്താണ് നമ്മുടെ ആ ഒരു സപ്ലൈ റൂം നല്ല കാര്യക്ഷമമായിട്ട് അല്ലെ, കൂടുതൽ കാര്യക്ഷമമായിട്ട് ഓർഗനൈസ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? we all have that closet in our facility. ക്ലോസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോർ റൂമിലെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സെക്ഷൻ, അതിനെയാണ് കേട്ടോ ക്ലോസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ we all have that closet in our facility that slips through the cracks അല്ലെ. എന്താണ് നമ്മ ഒരു സിസ്റ്റത്തില്, നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തില് കൂടുതൽ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നമ്മ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വരാം? അവിടെ വിള്ളലുകൾ വരാം അല്ലെ. ആ ഒരു സ്റ്റോർ റൂമിൽ വിള്ളലുകൾ വരാലോ, നമ്മ ഓർഡർ ചെയ്യുന്നതും നമ്മ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. എന്താ നമ്മ ദാറ്റ് സ്ലിപ്സ് ത്രൂ ക്രാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. ദാറ്റ് സ്ലിപ്സ് ത്രൂ ക്രാക്സ് എന്ന് പറഞ്ഞാല് ആ ഒരു സിസ്റ്റത്തില് നമ്മ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അല്ല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്യാത്ത വരുമ്പോഴെന്താണ് അവിടെ
വിള്ളലുകൾ വരാം. എവിടെയാണ്? we all have that closet in our facility അല്ലേ? നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തില് നമ്മൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്ത് വരാന്ന്? വിള്ളലുകള്, പോരായ്മകള് വരാം. But a messy hospital supply area can be a serious hindrance to healthcare inventory management അല്ലേ? എന്ന് വെച്ചാല് നമ്മുടെ ഒരു മെസ്സി, അതായത് ഒരു കുഴപ്പം പിടിച്ച ഇൻവെന്ററി ഹോസ്പിറ്റൽ സപ്ലൈ ഏരിയയിലെ ഒരു സീരിയസ് ആയിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത് എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് അല്ലെ? ശരിയായ രീതിയിലുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലേ? എഫിഷ്യന്റ് ആയിരിക്കണം അല്ലെ ഇൻവെന്ററി മാനേജ്മെന്റ്? ക്രാക്സ് വരാൻ പാടുണ്ടോ? വിള്ളലുകൾ വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെ, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച ഹോസ്പിറ്റൽ സപ്ലൈ ഏരിയയാണ്. ഓക്കെ ആണോ? ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാല് തടസ്സം, മെസ്സി എന്ന് പറഞ്ഞാല് കുഴപ്പം പിടിച്ച. ഓക്കെ, ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാല് തടസ്സം. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പല രീതിയില്, അപ്പൊ ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് അല്ല, ഒരു മെസ്സി ഹോസ്പിറ്റൽ സപ്ലൈ ഏരിയ ആണെങ്കിൽ നമുക്ക് പല രീതിയില് നഷ്ടങ്ങൾ വരുന്നുണ്ട് അല്ലെ? റവന്യൂ ലോസ് ആവുന്നുണ്ടോ? നഷ്ടങ്ങൾ വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നോക്കിയേ, ഫ്രം ലോസ്റ്റ് റവന്യൂ അല്ലെ, നമ്മളിൽ നിന്ന് എന്താണ്? റവന്യൂ നഷ്ടപ്പെടാണ് അല്ലെ? ഡ്യൂ ടു എന്തൊക്കെ കാരണം കൊണ്ടാണ്? misplaced supplies to not having an ability to tell how much a certain item available. Disorganization is bad situation for any supplier or closet അല്ലെ? നമുക്ക് പല രീതിയില് വരുമാനം നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? എന്തൊക്കെ മുതല? ഒരു നിശ്ചിത ഇനം എത്രമാത്രം ആ ഒരു സ്റ്റോറില് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് എന്നുള്ള ഒരു അറിവില്ലാത്തത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ട്, എത്രമാത്രം നമുക്ക് അവൈലബിൾ ആണ് എന്നറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അത് ഓർഡർ ചെയ്യും അല്ലെ? ആണോ? അപ്പൊ എന്താണ്? നമുക്ക് നഷ്ടമാണോ അവര് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്യുന്നത്, റിപ്പീറ്റ് ഓർഡർ കൊടുക്കുന്നത് നമുക്ക് നഷ്ടമാണോ? ചിലപ്പോ ആ ഒരു സാധനം, ആ ഒരു പ്രോഡക്റ്റ് അവിടെ ഇരുന്നിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാതെ വരാം അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? നമുക്ക് ആ ഒരു നിശ്ചിത ഐറ്റം നമ്മുടെ ഇൻവെന്ററിയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കാതെ വരുന്നത്. കൂടാതെ എന്താണ്? ക്രമരഹിതമായ ഒരു അവസ്ഥ നമ്മുടെ ക്ലോസറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോഴ്സിനോ ഉള്ളത് അല്ലെ? ഒരു ക്രമമില്ലാത്ത ഒരു അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിട്ടയില്ലാത്ത പ്രവർത്തനങ്ങളും ഒരു പ്രശ്നമാണ് അല്ലെ? നമുക്ക് പറയാൻ പറ്റോ? നമ്മുടെ സ്റ്റോറിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ചിട്ടയില്ല, ഓർഗനൈസ്ഡ് രീതിയില്ല, അല്ലെങ്കിൽ ഒരു ക്രമരഹിതമാണെങ്കിലും നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? എത്രമാത്രം സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് പറ്റാം? ഒരുപാട് നഷ്ടങ്ങൾ വരാം അല്ലെ? വരുമാന നഷ്ടങ്ങള് വരാം. ഓക്കെ ആണോ അത്? ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു സിറ്റുവേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാല് നമ്മൾ ചിലരെന്താണ് മാസം സാധനങ്ങൾ മേടിക്കുന്നവരുണ്ട് അല്ലെ? ചിലരെന്ത് ചെയ്യും? സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാല് ചിലരതൊക്കെ ടിന്നിലിട്ട് വെക്കും, ബാക്കി വരുന്ന ബാലൻസ് വരുന്നത് വലിയ പാത്രങ്ങളിലൊക്കെ ഇട്ട് വെക്കും അല്ലെ? ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കും. ആണോ? ഇട്ട് വെക്കും. ഇട്ട് വെച്ചിട്ട് ചിലപ്പോ അവരതിനെ കുറിച്ച് മറന്നു തന്നെ പോകും അല്ലെ? ഇന്നൊരു സാധനം സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നു തന്നെ പോകും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? വീണ്ടും അത് പുതിയത് വാങ്ങും അല്ലെ? തീർന്നു കഴിയുമ്പോ ആ ഒരു ടിന്നില് തീർന്നു കഴിയുമ്പോ പുതിയത് വാങ്ങോ? അപ്പൊ ചിലപ്പോ എന്ത് പറ്റും? അത് അവിടെ ഇരുന്ന് പൂത്തു പോവും, അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകും അല്ലെ? അത് ലോസ് ആണോ? നമുക്ക് നഷ്ടമാണ് അല്ലെ?
അപ്പൊ അങ്ങനെ ഒരു ക്രമരഹിതമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് രീതിയിലല്ലാത്ത ആ ഒരു ക്ലോസറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ റൂമിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു നിശ്ചിത ഐറ്റം എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന്, അവൈലബിൾ സ്റ്റോക്ക് എത്രയാണ് എന്ന് നമുക്ക് ഒരു അറിവില്ലായ്മ അല്ലെ എന്താണ് നമ്മളെന്താണ് ലോസിലേക്ക് അല്ലെ വരുമാനം നഷ്ടമാക്കാൻ കാരണമാകുന്നു. ഓക്കെയാണോ? പിന്നെ വേറെ എല്ലാം പറയുന്നുണ്ട്, തെറ്റായ വിതരണം മൂലം നമ്മ എന്താണ് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും തെറ്റായി നമ്മ ആ ഒരു പ്രോഡക്റ്റുകള് വിതരണം ചെയ്യുക അല്ലെ, സപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ് ചിലപ്പോ അവർക്ക് ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ നമ്മ കൊടുക്കും അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കൊടുക്കും. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്, അവരത് അമിതമായി ഉപയോഗിക്കും അല്ലെ. കൂടുതൽ സ്റ്റോക്ക് വരുമ്പോൾ അങ്ങനെയല്ലേ പറ്റുന്നത്, അവർ ഓവർ യൂസ് ചെയ്യും. ആണോ? ഓവർ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, വേസ്റ്റേജ് വരും അല്ലെ, വേസ്റ്റേജ് വരും. അപ്പൊ അതും നഷ്ടമാണോ? അങ്ങനെ വേസ്റ്റേജ് വരുന്നത് നഷ്ടമാണോ? അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായ വിതരണം നടത്താം. അതല്ലെങ്കിൽ ഒരു നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഒരു നിശ്ചിത ഐറ്റം നമ്മുടെ സ്റ്റോർ റൂമിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന്, എത്രമാത്രം അവൈലബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിവില്ലാത്തത്, കൂടാതെ ക്രമരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിട്ടയില്ലാത്ത നമ്മുടെ സ്റ്റോർ റൂമിന്റെ പ്രവർത്തനങ്ങളും ആ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻവെന്ററി മാനേജ്മെന്റിന് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഓർഗനൈസ് യുവർ സപ്ലൈസ് ഇൻ എ ലീനിയർ ഫാഷൻ so that the most used tool as are easy to find അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് ഓർഗനൈസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടൂള് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്റ്റോർ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മ ഒരു ലീനിയർ ഫാഷനിൽ, അതായത് നല്ല അടുക്കും ചിട്ടയോട് കൂടി ക്രമീകരിച്ച് നമ്മൾ അത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മ അത് ഒരു അടുക്കും ചിട്ടയോട് കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മ എന്താണ് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമ്മ കറക്റ്റ് രീതിയിൽ അത് എൻ്റർ ചെയ്ത് സൂക്ഷിക്കുക. നമ്മ എന്താണ് നമ്മുടെ ഓരോ ഐറ്റംസിനെ കുറിച്ചും നമ്മ ശരിയായ രീതിയിൽ റെക്കോർഡ് ചെയ്യുക അല്ലെ. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലേ, ഇപ്പൊ നമ്മ മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് കൊടുക്കുമ്പോൾ ഫാർമസിസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അവര് അപ്പൊ തന്നെ എന്ത് ചെയ്യും, അവരെ സിസ്റ്റത്തിൽ അവർ അടിച്ചു വെക്കും. ആണോ? അപ്പൊ അവർക്ക് അറിയാൻ പറ്റുവാണ് അല്ലെ, അവര് മെഡിക്കൽ സ്റ്റോറിലെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ ഇല്ലയോ അല്ലെ, അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ ഒരു ലീനിയർ ഫാഷനിൽ അവരത് അടക്കും ചിട്ടയോട് കൂടി സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം അല്ലെ, ഇത്തരം പ്രോബ്ലംസ്, എത്ര സ്റ്റോക്ക് ഉണ്ട്, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്രമാത്രം അവർ സപ്ലൈ ചെയ്യണം അല്ലെ. ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത്, if you want to reduce the amount of wasted material, try placing product will expire the soonest towards the front and when organizing your supplies this way they can be used first അല്ലെ. നമുക്ക് ആ ഒരു വേസ്റ്റ് വരുന്ന അല്ലെ, നമുക്ക് എന്താണ് വേസ്റ്റ് വരുന്ന ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു പ്രോഡക്റ്റിന്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മ ഫാർമസി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ പഠിച്ചു അല്ലെ. എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിയാറായ ആ ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ എങ്ങനെ സൂക്ഷിക്കുക? ഫ്രണ്ടിൽ സൂക്ഷിക്കുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഫ്രണ്ടിലുള്ള ഐറ്റംസ് ആദ്യം തന്നെ സപ്ലൈ ചെയ്യോ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കോ? അപ്പൊ എന്താണ്, നമുക്ക് എക്സ്പയറി ഡേറ്റ് കുറച്ചുള്ള ആ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു സെക്ഷനിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്യാം. അപ്പൊ അതുമൂലം എന്താണ്, നമുക്ക് ആ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റുകൾ മറ്റുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാനും അത് പെട്ടെന്ന് അല്ലെ അത് ആദ്യം തന്നെ ഉപയോഗിക്കാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കുറയ്ക്കാം, വേസ്റ്റേജ് വരുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? പാഴാക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. നമ്മിപ്പോ എന്താണ്
സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി അങ്ങനെയാണ് അല്ലെ കാണുന്നത്. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കിൽ നിന്ന് ആ പ്രോഡക്റ്റ് ആണ്, ഇപ്പൊ ബ്രെഡ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ബാക്കിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഫ്രണ്ടിൽ ഇരിക്കുന്നതിലും കൂടുതൽ എക്സ്പയറി ഡേറ്റ് അതിനുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ചെല്ലുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. ബ്രെഡ് ഐറ്റംസോ പാലോ അങ്ങനെയുള്ള എന്ത് ഐറ്റംസ് എടുത്താലും ശ്രദ്ധിച്ചു നോക്കാം. അത് ശ്രദ്ധിക്കാട്ടോ ഒന്ന്. അവരങ്ങനെയാ. അപ്പൊ എന്താണ് വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനെയാണ്? ബാക്കിൽ നിന്ന് എടുക്കോ? പുറകിൽ നിന്നുള്ള ഐറ്റംസ് എടുക്കോ? ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ബാക്കിൽ നിന്ന് എടുക്കാൻ നോക്കോ? ഇല്ല, ഫ്രണ്ടിൽ നിന്ന് എടുക്കുക അല്ലേ? അപ്പൊ എക്സ്പയറി ഡേറ്റ് കുറവുള്ള ഐറ്റംസ് പെട്ടെന്ന് പോവില്ലേ? അതിന് വേണ്ടിയിട്ട്. അപ്പൊ ശ്രദ്ധിക്കാത്തവരൊന്ന് നോക്കി നോക്കോളൂ കേട്ടോ. ഓക്കെ, അത് കറക്റ്റ് അല്ലേ? ഇപ്പൊ നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് കൺസിഡർ ന്യൂ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി അല്ലേ? നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ ഹോസ്പിറ്റലില് പുതിയ രീതിയിലുള്ള അല്ലെ പുതിയ സാങ്കേതിക വിദ്യകള് പരിഗണിക്കുക. നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ പരിഗണിക്കുക. Think about the type of inventory management tools you are using from software to computer equipment. എന്താണ് നമ്മ ചിന്തിക്കാണ്, എന്താണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മൾ യൂസ് ചെയ്യേണ്ട ആ ഒരു ടൂള് ഏതാണെന്ന് അല്ലെ? നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ട ആ ഒരു സോഫ്റ്റ്വെയർസ് ഏതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ആർ ദേ മീറ്റിംഗ് ഓൾ ഓഫ് യുവർ നീഡ്സ് അല്ലെ? ആ ഒരു സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കറണ്ടില്ലേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർസ് നമ്മുടെ ആവശ്യകതകൾ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ? നിറവേറ്റുന്നുണ്ടോ? സിറ്റ് ഡൗൺ വിത്ത് യുവർ മാനേജ്മെന്റ് ടീം ആൻഡ് ഐഡന്റിഫൈ ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ യു എക്സ്പീരിയൻസ് ഇൻ യുവർ ഇൻവെന്ററി മാനേജ്മെന്റ്. എന്താണ് നമ്മുടെ മാനേജ്മെന്റ് ടീമുമായിട്ട് നമ്മൾ ഇരുന്ന് അല്ലെ അവരൊപ്പം ഇരുന്ന് ചർച്ചകൾ നടത്തി എന്താണ് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെ നമ്മൾ അനുഭവിക്കുന്ന ബിഗ്ഗസ്റ്റ് ഇഷ്യൂ അല്ലെ പ്രധാന പ്രശ്നം എന്താണെന്ന് അവരുമായി ചേർന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ അത് കണ്ടെത്തുക അല്ലെ ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഡസ് യുവർ കറന്റ് സോഫ്റ്റ്വെയർ ഓഫർ എ സൊല്യൂഷൻ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മാനേജ്മെന്റുമായിട്ടൊക്കെ ഇരുന്ന് ചർച്ചകൾ നടത്തി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു അല്ലെ? നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മൾ ഇപ്പൊ പ്രസന്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ എന്താണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണോ അല്ലെ? സൊല്യൂഷൻ കാണോ അല്ലെ? ക്ലിയർ ആണോ? ഡസ് യുവർ കറന്റ് സോഫ്റ്റ്വെയർ ഓഫർ എ സൊല്യൂഷൻ? അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ വെച്ച് കാണിട്ട് നമുക്ക് അതിന്റെ ഉള്ള പരിഹാരം കാണാൻ സാധിക്കുമോ? വുഡ് എ ന്യൂ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഓൺ ദ മാർക്കറ്റ് ബെറ്റർ മാനേജ് യുവർ പ്രോബ്ലംസ് അല്ലെ? അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള പുതിയ സോഫ്റ്റ്വെയർസ് ഏതെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മേജർ ആയിട്ടുള്ള അല്ലെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും, മാനേജ് ചെയ്യാൻ സാധിക്കുമോ? Finding the limitations in your technology is a good way of determining if you are using the software correctly. എന്താണ് നമ്മുടെ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കാണിട്ട് നമ്മുടെ ലിമിറ്റേഷൻസ് അല്ലെ എന്താണ് നല്ല രീതിയിൽ ഗുഡ് വേ ഓഫ് ഡിറ്റർമിനിങ് ഇഫ് യു ആർ യൂസിങ് ദ സോഫ്റ്റ്വെയർ കറക്റ്റ്ലി അല്ലെ? നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് കാണിട്ട് എന്താണ് നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ ആ ഒരു ടെക്നോളജിയുടെ പോരായ്മകള് ലിമിറ്റേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇഫ് പർച്ചേസ് അതല്ല എങ്കിൽ ഇഫ് പർച്ചേസിങ് എ ന്യൂ ടെക്നോളജി ഈസ് നെസസറി അല്ലെ? നമ്മുടെ പ്രസന്റ് ഉള്ള ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ സോഫ്റ്റ്വെയർസ് അല്ലെ? നമുക്കറിയാം ഓരോ തവണ ചെല്ലുന്തോറും സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ആയി വരികയാണ് അല്ലെ? ഓരോ സെക്ഷനിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഒക്കെ ആണോ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ എന്താണ് അതല്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? നമുക്ക് ഉപയോഗിക്കുന്ന കറണ്ട് അല്ലേ അപ്പൊ നമ്മ ലൈവായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർസ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? പുതിയ ടെക്നോളജീസ് പുതിയ സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്യണം അല്ലേ?
ന്യൂ വൺ സെലക്ട് ചെയ്യുക. ഓർ ഇഫ് ന്യൂ പ്രൊസീജിയേഴ്സ് നോട്ട് ടു ബി ക്രിയേറ്റഡ് അല്ലെ, അതല്ല എങ്കിൽ അവരതിനു വേണ്ട പുതിയ നടപടിക്രമങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, തയ്യാറാക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇംപ്രൂവ് റെക്കോർഡ് കീപ്പിംഗ്. അത് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത് ഒരു വളഞ്ഞു തിരിഞ്ഞാണ് കേട്ടോ ആ ഒരു സെന്റൻസ് കൊടുത്തേക്കുന്നത്. അതൊരു സിമ്പിൾ ആയി പറഞ്ഞുതരാം കേട്ടോ. ഇഫ് യു ആർ യൂസിങ് വൺ ഓൾറെഡി, you may consider adopting a more sophisticated digital platform with a forecasting feature to determine how many supplies you are in stock compared to what kind of demand you will have in the future. ഇതിൽ മനസ്സിലായോ ആർക്കെങ്കിലും? ഇല്ല, മനസ്സിലായില്ല. നമ്മ ഇതിനകം ഒന്ന് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? നമ്മ ഒരു റെക്കോർഡ് കീപ്പിംഗ്, നമ്മുടെ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് ഒരു നല്ല റെക്കോർഡ് കീപ്പിംഗ് നമ്മ എന്താണ് ഉപയോഗിക്കുന്നില്ല, ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മ എന്ത് ചെയ്യണം? ഭാവിയിൽ നമുക്ക് ആ ഒരു റെക്കോർഡ് കീപ്പിംഗ് നല്ല രീതിയിലുള്ള ഒരു റെക്കോർഡ് കീപ്പിംഗ് എന്താണ് നമുക്ക് ഉണ്ടാകുമെന്ന് അല്ലെ. നമുക്ക് എന്താണ് ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തായാലും നമുക്ക് റെക്കോർഡ് കീപ്പിംഗ് വേണല്ലേ. ഇപ്പൊ നമ്മ എന്താണ് ഒരു കമ്പനി പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മ പറഞ്ഞു അല്ലെ, ഇയർ എൻഡ് ഒക്കെ ആവുമ്പോ എന്താണ് ഓഡിറ്റിങ്ങുകൾ നടത്താറുണ്ട് അല്ലെ. നമ്മ ഫസ്റ്റ് തന്നെ ഓഡിറ്റിംഗ് ഒക്കെ പറഞ്ഞാണല്ലേ തുടങ്ങിയത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഇന്റേണൽ ഓഡിറ്റ് പറഞ്ഞു, എക്സ്റ്റേണൽ ഓഡിറ്റ് പറഞ്ഞു അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് നിർബന്ധമായും റെക്കോർഡ്സുകൾ വേണ്ടേ? ഓഡിറ്റിംഗ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് വേണ്ടേ? അപ്പൊ ഭാവിയിൽ നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള ഒരു റെക്കോർഡ്സുകൾ ആവശ്യമായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് ഇങ്ങനെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെ സങ്കീർണമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുക, ഡിമാൻഡ് ചെയ്യുക. ഓക്കെ ആണോ? If you are not using one already, ഇപ്പൊ നമ്മ ഇപ്പൊ നിലവിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു റെക്കോർഡ് കീപ്പിംഗ് ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്താണ്, ഭാവിയിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനോ, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റെക്കോർഡ്സുകൾ വേണം അല്ലെ, അനലൈസ് ചെയ്യാനും ഓഡിറ്റിംഗ് നടത്താനും അല്ലെ, നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് നോക്കാനും അല്ലെ വേണ്ടേ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയുള്ള റെക്കോർഡ്സുകൾ ആവശ്യമായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഡിമാൻഡ് ചെയ്യാം അല്ലെ, പ്രവചിക്കുക, ഉപയോഗിക്കുക. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചു നാൾ മുമ്പുള്ളതാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ശരിക്കും നമ്മ എന്താണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് അല്ലെ നമ്മുടെ സ്റ്റോക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം SKU, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലെ. ആ ഒരു സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഐറ്റംസ്, നമ്മുടെ സ്റ്റോറിൽ ആ ഒരു ഐറ്റംസ് എത്ര സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? നമ്മുടെ വരവ് എത്രയാണ്, നമ്മുടെ ചെലവ്, ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെലവ് എത്രയാണ് അല്ലെ, അതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആണോ? അപ്പൊ എന്താണ് നമ്മൊരു ശരിക്കുമുള്ള ഒരു റെക്കോർഡ് കീപ്പിംഗിലും നമ്മ എഴുതി സൂക്ഷിക്കുന്നതിലും കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു വഴി എന്താണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ഈസി ആയിട്ട് എറേഴ്സ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് ലഭ്യമാക്കാൻ സാധിക്കുന്നു അല്ലെ. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഓൾസോ റിമെമ്പർ to think about how accurate your inventory records are അല്ലെ. നമ്മ ഒന്ന് ചിന്തിക്കുക, റിമെമ്പർ ചെയ്യുക അല്ലെ. എന്താണ് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇൻവെന്ററി റെക്കോർഡ്സ് എത്രമാത്രം ആക്യുറേറ്റ് ആണ് അല്ലെ, കൃത്യമാണ് എന്ന് നമ്മ ഒന്ന് റിമെമ്പർ ചെയ്യുക, ഓർക്കുക. They should be frequently reviewed to ensure that there are no errors അല്ലെ. നമ്മ അത് എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെ, എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മ അതിനെ അനലൈസ് ചെയ്ത് അല്ലെ, വിശകലനം ചെയ്ത് നമ്മ ഉറപ്പുവരുത്തണം. എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? നമ്മുടെ ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻവെന്ററി റെക്കോർഡ്സുകൾ ഒരു തെറ്റുകളും ഇല്ല അല്ലെ, ഒരു എറേഴ്സും ഇല്ല എന്ന് നമ്മ
ഉറപ്പുവരുത്തുക. വിച്ച് ക്യാൻ കോസ്, അങ്ങനെ എറേഴ്സ് ഉണ്ട് എങ്കിലോ അല്ലെ, തെറ്റുകളുണ്ട്, പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്താണ്, വിച്ച് ക്യാൻ കോസ് സീരിയസ് ചലഞ്ചസ് ഫോർ ഹോസ്പിറ്റൽ സപ്ലൈ മാനേജ്മെന്റ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽ സപ്ലൈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, വെല്ലുവിളികൾ വരാം അല്ലെ. അവർക്ക് ഒരുപാട് വരുമാനം നഷ്ടമായി വരാം അല്ലെ, ചിലപ്പോ അവര് ഫൈൻ അടയ്ക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ആ ഒരു ചലഞ്ചസുകൾ നമ്മുടെ ഹോസ്പിറ്റൽ സപ്ലൈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരാൻ വരാൻ കാരണമായേക്കാം. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ്, അഡോപ്റ്റ് എ ലീൻ സ്ട്രാറ്റജി. നമ്മ ഒരു ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക അല്ലെ. ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ലീൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈസ് എ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു സ്ട്രീംലൈൻ എ കമ്പനി സപ്ലൈ ചെയിൻ process to eliminate waste, maximize efficiency and improve overall value delivery. ഇതെടുക്കുന്നുണ്ടോ? ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണെന്ന് ഇതെടുക്കുന്നുണ്ടോ? മിസ് മലയാളത്തിൽ പറയാം, ഇതെടുക്കുന്നുണ്ട് എന്ന് എഴുതിക്കോ. ലീൻ സപ്ലൈ ചെയിൻ മാനേജ്, ഒന്നുകൂടെ പറയാം. ലീൻ സപ്ലൈ chain management, lean supply chain management is a strategic approach. ഈ lean supply chain management എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആണ് അല്ലെ, ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു രീതി, ഒരു സമീപനമാണ്. to streamline a company's supply chain process, to streamline a company's supply chain process to eliminate, ഒന്നുകൂടെ പറയണം, lean supply chain management. Lean supply chain management is a strategic approach. To streamlining a company supply chain process, a company's supply chain process. To streamlining a company's, type ചെയ്യണോ? ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വരില്ലേ? ഇപ്പൊ അതൊക്കെ പറയാം. എവിടെ വരെ എഴുതി സഹറ? ലീൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എഴുതിയോ? ഈ സ്ട്രാറ്റജിക് അപ്രോച്ച് ഒരു തന്ത്രപരമായിട്ടുള്ള സമീപനമാണ്. സ്ട്രാറ്റജിക് അപ്രോച്ച് എഴുതിയോ? To streamlining a company's supply chain process. Chain process to eliminate waste. ഒഴിവാക്കുക അല്ലെ, എലിമിനേറ്റ് ചെയ്യുക. To eliminate waste, maximize efficiency and improve overall value delivery. To eliminate waste, maximize efficiency and improve overall value delivery. എന്താണ്? ഒരു കമ്പനിയിലെ
സപ്ലൈ ചെയിൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ലെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വേസ്റ്റുകൾ ഒഴിവാക്കുക. ആ ഒരു സപ്ലൈ മാനേജ്മെന്റുമായിട്ട് സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ വിതരണത്തിന്റെ പ്രവർത്തനങ്ങളിലെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീൻ സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു സ്ട്രീം ലൈൻ അല്ലെ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഉള്ളില് ഒരു കമ്പനിയിലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഒരു സപ്ലൈ ചെയിൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലെ വേസ്റ്റുകൾ ഒഴിവാക്കുക, ആ ഒരു പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക അല്ലെ, ആ വിതരണത്തിന്റെ പ്രവർത്തനങ്ങളിലെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന തന്ത്രപരമായിട്ടുള്ള സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ലീൻ സ്ട്രാറ്റജി മനസ്സിലായില്ലേ? അപ്പൊ പറയുന്നത് യുവർ ഇൻവെന്ററി മാനേജ്മെന്റ് ഹാസ് കോസ്റ്റ് ഔട്ട്സൈഡ് ദ സപ്ലൈ പർച്ചേസിംഗ് ഇറ്റ് സെൽഫ് അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലാതെ നമുക്കത് ആ ഒരു ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചെലവ് വരുന്നുണ്ട് അല്ലെ. അത് സ്റ്റോർ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളില്, അതിന്റെ മൂവ്മെന്റ്സുകളില് പ്രോഡക്ട്സുകൾ എക്സ്പയറി ഡേറ്റ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെലവ് വരുന്നില്ലേ? ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ മാത്രമാണോ നമുക്ക് ചെലവ് വരുന്നത്? ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ മാത്രമാണോ അല്ലെ? അല്ല അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഇൻവെന്ററി മാനേജ്മെന്റില് ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സപ്ലൈ പർച്ചേസ് ചെയ്യുന്നതിന് മാത്രമല്ല ആ ഒരു ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് ചിലവുകൾ കൂടി വരുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ആ കോസ്റ്റുകൾ ഏതൊക്കെയാണ്? There are many factors to be considered in price അല്ലെ. നമ്മ പല ഘടകങ്ങളും ഈ ഒരു പ്രൈസില് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ, പരിഗണിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? മൂവ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് കോസ്റ്റ് അല്ലെ. ആ ഒരു പ്രോഡക്ട്സുകൾ മൂവ്മെന്റ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്, അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവുകൾ വരുന്നുണ്ട്. പിന്നെ എന്താണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ, ആ ഒരു പ്രോഡക്റ്റിന്റെ എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? അവിടെ എന്താണ്, ചിലവ് വരികയാണ് അല്ലെ, നമുക്ക് ലോസ് സംഭവിക്കുകയാണ്. എക്സസ് സപ്ലൈസ് അല്ലെ, നമ്മൾ അധിക സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് ലോസ് ആണ് അല്ലെ. കൂടാതെ പർച്ചേസ് പ്രൈസ് വേരിയൻസ്, നമുക്ക് ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്ത ആ ഒരു വിലയിൽ വ്യത്യാസങ്ങൾ വരികയാണ് മാർക്കറ്റിൽ. ഇപ്പൊ നമ്മ ഒരു പ്രോഡക്റ്റ് 100 രൂപക്ക് പർച്ചേസ് ചെയ്തു, അതൊരു മാസം കഴിയുമ്പോൾ അതൊരു 90 രൂപയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ലോസ് സംഭവിക്കോ? ലോസ് സംഭവിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ പല കാരണം കൊണ്ട് നമ്മൾ ആ ഒരു പർച്ചേസ് ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലവുകൾ വരുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ കോസ്റ്റ് ക്യാൻ ഇൻ ടേൺ സേവ് യു മണി അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ചെലവിനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പണം ലാഭിക്കാലോ. നമുക്ക് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സെക്ഷനിലാണ് ഒരുപാട് കോസ്റ്റ് വരുന്നത് അല്ലെ, എവിടെയൊക്കെയാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ്, പോരായ്മകൾ നികത്തി നമുക്ക് പണം ലാഭിക്കാം അല്ലെ. ആണോ? പണം ലാഭിക്കാം അല്ലെ. അപ്പൊ എന്താണ്, എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ കോസ്റ്റ് ക്യാൻ, നമ്മുടെ ചെലവുകളെ കുറിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് എന്താണ്, പണം ലാഭിക്കാൻ, സേവ് ദ മണി അല്ലെ, പണം സേവ് ചെയ്യാനായി സാധിക്കുന്നത്. ഇപ്പൊ നമ്മ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെലവുകൾ നമ്മൊന്നും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാറുണ്ടോ? വീട്ടിലെ ചെലവുകൾ ചെയ്യാറുണ്ടോ? ആരെങ്കിലും ചെയ്യാറുണ്ട്. എന്നിട്ട് എവിടെയാണ് നമ്മൾ കൂടുതൽ പണം ചെലവാക്കിയതെന്ന് നോക്കാറുണ്ട് അല്ലെ. ആവശ്യമില്ലാതെ പണം എവിടെയാണ് ചെലവാക്കിയതെന്ന് നോക്കാറുണ്ടോ? നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുന്ന മാം, ആ പോരായ്മകൾ നികത്തോ, എന്നിട്ട് അവിടെ പണം നമ്മൾ ലാഭിക്കും അല്ലെ, സേവ് ചെയ്യും. അതേപോലെ എന്താണ്, ഹോസ്പിറ്റൽ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെലവുകള് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത് നമുക്ക് പണം ലാഭിക്കാനായി സഹായിക്കുന്നു. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിമെന്റിങ്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് നടപ്പിലാക്കേണ്ടത്? ഇംപ്ലിമെന്റിങ് ലീൻ സപ്ലൈ ചെയിൻ അല്ലേ? വിൽ എൻഷുർ എന്നുള്ളത് രണ്ട് വേർഡാണ് കേട്ടോ, ഒരുമിച്ച് കൊടുത്തേക്കാണ്. വിൽ എൻഷുർ that you have the right number of supplies at the right place when and where you need them. അപ്പൊ അവിടെയാണ് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മൾ നടപ്പിലാക്കുന്നത്. അതെന്താണ് ഉറപ്പുവരുത്തുന്നത്? നമുക്ക് എത്ര നമ്പർ ഓഫ് സാധനങ്ങൾ ആവശ്യമായി വരുന്നുണ്ട്, റൈറ്റ് പ്ലേസ് അല്ലെ, എവിടെയാണ് ആവശ്യമായി വരുന്നത്, എപ്പോഴാണ് ആവശ്യമായി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? നമ്മുടെ ആ ഒരു കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. അപ്പൊ അത് മൂലം നമുക്ക് എന്ത് റൈറ്റ് നമ്പർ, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലും എത്ര നമ്പർ ഓഫ് പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റ് എത്ര ആവശ്യമായി വരുന്നുണ്ട്, ഏത് സ്ഥലത്താണ്, ഏത് പ്ലേസിലാണ് അത് ആവശ്യമായി വരുന്നത്, എപ്പോഴാണ്, എവിടെയാണ് ആവശ്യമായി വരുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? പിന്നെ Cadwell Memorial Hospital in North Carolina, for instance, reported that it saved $2.62 million over 2 months with their lean strategy. Next പറയുന്നത് 2016 കാഡ്വെൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കരോലിനയിലെ കാഡ്വെൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഈ ഒരു ലീൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് കണ്ടിട്ട് അവർ 2 മാസം കൊണ്ട് എത്ര രൂപയാണ് സേവ് ചെയ്തത്? $2.62 million ആണ് അവര് സേവ് ചെയ്തത്. ഓക്കെ ആണോ? എക്സാമ്പിൾ തന്നേക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Staying in control of inventory at any kind of healthcare facility requires attention to detail and good eye for ways that management techniques can be completed more efficiently. അല്ലെ, എന്താണ് നമ്മുടെ ഏതൊരു ഹെൽത്ത് കെയർ ഇൻവെന്ററി അല്ലെ, എനി കൈൻഡ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെ, ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഇൻവെന്ററി മാനേജ്മെന്റിന്, ഇൻവെന്ററി നിയന്ത്രണത്തില് എന്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അല്ലെ. അവിടുത്തെ മാനേജ്മെന്റ് ടെക്നിക്സുകൾ കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന വഴികൾക്കായി നമ്മൾ എന്ത് കൊടുക്കണം? ഒരു കണ്ണ് കൊടുക്കണം എന്നാ പറഞ്ഞത്, ഐ കൊടുക്കണം എന്നാ അല്ലെ, ഗുഡ് ഐ എന്നാ പറഞ്ഞത്. പക്ഷെ എന്താണ്? നല്ല ശ്രദ്ധ കൊടുക്കണം അല്ലെ. അവിടെ വേസ്റ്റുകൾ വരുന്നുണ്ടോ അല്ലെ, അവർ ശരിയായ രീതിയിലുള്ള ഇൻവെന്ററിയിലെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ അല്ലെ, കറക്റ്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെ, അവർ കറക്റ്റ് ആ റേഷ്യോ പ്രൊപ്പോർഷൻ നോക്കുന്നുണ്ടോ അല്ലെ, ആണോ? ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആയാലും അവിടുത്തെ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ടെക്നിക്സുകൾക്കായി കൂടുതൽ ഇൻവെന്ററി നിയന്ത്രണത്തില് കൂടുതൽ ശ്രദ്ധയും കൂടാതെ മാനേജ്മെന്റ് ടെക്നിക്സുകൾ കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ നല്ല ശ്രദ്ധയും ആവശ്യമാണ് അല്ലെ. ഒരു ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ലോസ് സംഭവിക്കാം അല്ലെ. ശരിയായ രീതിയിലല്ല അവർ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് എന്താണ് ലോസ് സംഭവിക്കാം അല്ലെ. അപ്പൊ അവർ ഉപയോഗിക്കുന്ന ആ ഒരു മാനേജ്മെന്റ് ടെക്നിക്സുകളും ആ ഒരു ഇൻവെന്ററിയുടെ നിയന്ത്രണത്തിലും അവർക്ക് എന്ത് വേണമെന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഓക്കെയാണോ? ഇപ്പൊ സ്മോൾ ആയിക്കോട്ടെ, എന്താണ് മീഡിയം ആയിക്കോട്ടെ അല്ലെ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലോ ഒക്കെ ആയിക്കോട്ടെ, ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആയാലും എന്താണ് അവിടുത്തെ ഇൻവെന്ററി നിയന്ത്രണത്തിലും മാനേജ്മെന്റ് എന്താണ് ടെക്നിക്സുകൾ കാര്യക്ഷമമായിട്ട് പൂർത്തീകരിക്കാനും അവർക്ക് നല്ല ശ്രദ്ധ ആവശ്യമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് be sure to employ these and other tips that can help you spend less money in ordering new hospital supply while wasting less of the supplies that you do order because of mistake with inventory management that could have been prevented അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിന് ആ ഒരു ഹോസ്പിറ്റലിലെ ന്യൂ ഹോസ്പിറ്റൽ സപ്ലൈസ് അല്ലെ
പുതിയ ഹോസ്പിറ്റലിന്റെ സാധനങ്ങള് അവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടും സാധനങ്ങൾ ഒരുപാട് വേസ്റ്റ് ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഇൻവെന്ററി മാനേജ്മെന്റിലെ മിസ്റ്റേക്കുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തുപയോഗിക്കാണ് ഈ മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു ടിപ്സുകളും മറ്റ് ടിപ്സുകളും കൂടി അവർക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കുറെ ടിപ്സുകളാണ് അല്ലെ മിസ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? മറന്നുപോയോ ടിപ്സ്? കളക്ട് ഡാറ്റ ഒന്ന് അല്ലേ? അപ്പൊ എന്താണ് ശരിയായ രീതിയിലുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റിലുള്ള മിസ്റ്റേക്കുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ വേസ്റ്റുകൾ വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പൈസ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ടിപ്സുകളും മറ്റ് അതർ ടിപ്സുകളും കൂടി നമ്മുടെ എംപ്ലോയീസിന് ഉപയോഗിക്കാം. ഓക്കെ ആണോ? ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു 7 ടിപ്സുകളും മറ്റ് ടിപ്സുകളും കൂടി. നെക്സ്റ്റ് പറയുന്നത് ഹൗ ഡു യു മെയിൻറ്റെയിൻ എ സ്റ്റോക്ക്? നമ്മുടെ ഹോസ്പിറ്റലിലെ ആ ഒരു സ്റ്റോക്ക് അവർക്ക് ഏതൊക്കെ രീതിയിലാണ് നിലനിർത്താൻ സാധിക്കുന്നത് അല്ലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്? ഗുഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് will help you maintain the right level of stock to meet customer needs. അല്ലെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോക്ക് മാനേജ്മെന്റ് ആണെങ്കിൽ എന്താണ് നമ്മുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ എന്താണ് ഡിമാൻഡ്സുകൾ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോക്കുകൾ നിലനിർത്തോ? റൈറ്റ് സ്റ്റോക്കുകൾ നിലനിർത്തും അല്ലെ നമ്മുടെ സ്റ്റോക്ക് ഇൻവെന്ററിയില് അല്ലേ? അപ്പൊ എന്താണ് ഗുഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്തിനാണ് ആ ഒരു ഹോസ്പിറ്റലിനെ സഹായിക്കുന്നത്? അവിടെ വരുന്ന കസ്റ്റമറുടെ ആവശ്യങ്ങൾ അല്ലെ? കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ? പേഷ്യൻസ് അല്ലെ? ആണോ? നിങ്ങൾ പറയ് പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യങ്ങള് മീറ്റ് ചെയ്യുന്ന രൂപത്തില് നിറവേറ്റുന്ന രൂപത്തില് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റോക്കുകള് നിലനിർത്തുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ ആണോ? When you are managing your stock, consider quantities, sales and storage. അല്ലെ നമ്മ എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് നിലനിർത്തേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ നിലനിർത്താം അല്ലെ? ആവശ്യമായിട്ടുള്ള സെയിലുകൾ നടത്താം, ആവശ്യമായ രീതിയിൽ സ്റ്റോറേജ് നടത്താം അല്ലെ? ആണോ? ഓരോ സ്ഥലത്തേക്കും യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള വിതരണങ്ങൾ നടത്താം അല്ലെ? അപ്പൊ ആവശ്യമായുള്ള രീതിയിൽ നമ്മൾ ആ സ്റ്റോക്കുകൾ മാനേജ് ചെയ്യുക. ഇഫ് യു ഹാവ് സ്ലോ മൂവിങ് സ്റ്റോക്ക്, നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചു അല്ലെ? സ്ലോ മൂവിങ്, ഫാസ്റ്റ് മൂവിങ്, നോൺ മൂവിങ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ എന്താണ് FSN അല്ലേ? FSN കാറ്റഗറി ഓർമ്മയുണ്ടോ? ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ അടുത്തുള്ള ആ ഒരു ഐറ്റം സ്ലോ മൂവിങ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? കൺസിഡർ റെഡ്യൂസിങ് യുവർ സ്റ്റോക്ക് ലെവൽസ് ബൈ റിട്ടേണിംഗ് ഐറ്റം ടു സപ്ലൈസ്. എന്താണ് നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്റ്റോക്ക് ആ ഒരു അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാ? നമ്മൾ സപ്ലൈയേഴ്സിന് ആ ഒരു ഐറ്റംസ് റിട്ടേൺ ചെയ്യാലോ, എന്നിട്ട് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുക. ഓക്കെ ആണോ? നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഐറ്റംസ് സ്ലോ മൂവിങ് ഐറ്റംസ് ആണ്, നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് മൂവ് ആവുന്നില്ല, ചിലവായി പോകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് സ്റ്റോക്ക് ചെയ്ത് തന്നെ വെക്കുകയാണെങ്കിലോ അത് എക്സ്പയറി ഡേറ്റ് തീർന്ന് നമുക്ക് നഷ്ടം സംഭവിക്കാം അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് അത് സ്ലോ മൂവിങ് ഐറ്റം ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? ആ ഒരു സ്റ്റോക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ അത് ഏത് സപ്ലയേഴ്സിൽ നിന്നാണോ വാങ്ങിച്ചത് അവർക്ക് റിട്ടേൺ ചെയ്യുക. ഓക്കെ ആണോ? ഇന്നടുത്ത ഭാഗം ഒക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. കുറെ ദിവസമായില്ലേ മിസ് ഈ ചാപ്റ്റർ വെച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എക്സാമിന് വരും കേട്ടോ. ഹൗ ഡു മെയിൻറ്റെയിൻ യുവർ സ്റ്റോക്ക് വെൻ യു ആർ മാനേജിങ് യുവർ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ടിപ്സുകൾ വരും.
കാറ്റഗറി റെക്കോർഡ്സ്, വെൻഡർ റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ പഠിച്ചിട്ടില്ലേ? ടൈപ്സ്, ഇൻവെന്ററി റെക്കോർഡ്സ് ഒക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്റ്റോക്ക് രജിസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് പർച്ചേസ് ഓർഡർ ഇല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 7 സ്റ്റെപ്പുകൾ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതർ ഡോക്യുമെന്റ് റിലേറ്റഡ് ടു പർച്ചേസ് ഓർഡർ. ഓക്കെ, അപ്പൊ മിസ്സിന്റെ 6th മൊഡ്യൂൾസിലെ ചാപ്റ്റർ തീർന്നു. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് 7th മൊഡ്യൂൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ കണ്ടോ ആരെങ്കിലും? ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ മിസ്സിന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.